ഇക്കാന്റെ ഗ്ലാമറസ് കൈ പോണ്ട. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ക്യാരറ്റ് കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ടേസ്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ടൗണിൽ പോയി വന്നപ്പോൾ ഞാൻ 6 കിലോന് 100 രൂപക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഇന്നലെ പറഞ്ഞു. ഇന്നലെ നമ്മളിത് ക്യാരറ്റ് കൊണ്ട് ഒരു പോൾ ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തൊരു താഴെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാരറ്റ് കൊണ്ട് ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് കൂടുതൽ വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇക്കാക്ക് രാത്രി അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ കുഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കാരണം കുറേ ദിവസമായിട്ട് ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കണമെന്ന്. നോമ്പിന് നമ്മൾ പത്തിരിയായ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നും മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാൻ ചെറിയ പീസസ് ആക്കിയത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മളെ ക്യാരറ്റ് ഇട്ടോ നമ്മൾ പുഴുങ്ങെടുത്ത് ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുകയാണ്. ഞാനാണ് ബിരിയാണി വെക്കുന്നത്. ബാക്കിയുള്ള ഹെൽപ്പൊക്കെ ഉമ്മ ചെയ്തുതരും. ബീഫ് ആയതുകൊണ്ട് ബീഫ് നമ്മൾ നേരത്തെ തന്നെ വേവിക്കണമല്ലേ. അപ്പോൾ ഉമ്മ അതാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് തരുന്നുണ്ട്. അപ്പോൾ ബീഫിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനൊരു കൂട്ടുണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീരോടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലേക്ക് തന്നെ ഞാൻ ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ചെറുനാരങ്ങയും വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതെല്ലാം കൂടി നമ്മളിതാ മിക്സി ജാറിലിട്ടിട്ട് പേസ്റ്റ് പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കോൺഫ്ലവർ പൊടിയോടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഇതാ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടതാ ഞാനും ഉമ്മയും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നെന്താ ഇപ്പം ബിരിയാണി വെക്കാനൊരു പൂതി? ഉമ്മാക്ക് ഇന്നെന്താ അറിയില്ല, ഒരു ബിരിയാണി വെക്കാൻ പൂതി. അപ്പോൾ ഇതാ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണ് ഞാനും ഉമ്മയുടെ കൂടിയിട്ട്. ഉമ്മ ഇതാ ബീഫ് ബിരിയാണി അതിയായിരുന്നു ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ബീഫ് ബിരിയാണി വെച്ച് ഉമ്മ ഇതാ മസാലയൊക്കെ ഇട്ടിട്ട് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു ക്യാരറ്റ് ബോളിൻ്റെ റെസിപ്പി അതുപോലെ തന്നെ 2 അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തൊരു താഴെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണീൻ്റെ മസാലയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ എന്താ ഇവിടെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചിക്കൻ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കട്ടോ. നമ്മളിത് ആ ഒരു അരച്ച് വെച്ചിട്ടുള്ളതിൽ കോൺഫ്ലവർ പൊടിയോടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത്. കുറച്ച് പിന്നെ കറിവേപ്പിൻ്റെ ഇല നമ്മൾ പൊരിക്കുമ്പോൾ കുറച്ച് ഇട്ടും കൊടുക്കണം. അപ്പോൾ ഇതിവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന എൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പെരുന്നാക്കായാലും ഇവിടെ എപ്പോൾ ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിലാണ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. അപ്പം നമ്മുടെ ക്യാരറ്റ് ഇതാ ആവിയിൽ വേവിച്ചെടുത്തത് ഇതാ വെന്തിട്ടുണ്ട്. ഓവറായിട്ട് വേവണമെന്നില്ല, എന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വെന്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കണം. അപ്പം ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മല്ലിച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. ഇവിടെ അധിക ബിരിയാണി ഞാൻ തന്നെയാണ് കേട്ടോ വെക്കാറ്. ഉമ്മ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബീഫൊക്കെ വേവിച്ചൊക്കെ തരും. പെരുന്നാൾക്ക് പിന്നെ ഉമ്മാക്ക് ഞാൻ ചില ദിവസം കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചില പെരുന്നാൾക്ക് ഞാൻ തന്നെയാണ് ബിരിയാണിക്ക് വെക്കാറ് കേട്ടോ. എല്ലാത്തരം ഫുഡും ഞാൻ ഉണ്ടാക്കി നോക്കും കേട്ടോ. ഒന്നും കഴിയൂലെന്ന് പറഞ്ഞാൽ മാറിക്കലില്ല. എന്നോട് കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറ് ഉണ്ടാക്കി തരുന്നുണ്ട്. അത് ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അത് നമ്മളങ്ങനെ കൂട്ടാണ് ദമ്മിടാണ്. ഉമ്മാൻ്റെ നെയ്ച്ചോറ് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഉമ്മ ഉണ്ടാക്കണതിൽ ഏറ്റവും ഇക്കാക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ, അല്ലാത്ത ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഉമ്മാൻ്റെ നെയ്ച്ചോറും എന്താ കോഴി മുളക് ഇട്ടതും കേട്ടോ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം. അതായി ഉമ്മതാ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ ഉള്ളിയും വെച്ചിട്ട് എന്നതാ ഏലക്കായി, പട്ട, പൂവ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ആണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതാ ഉമ്മ ഇതാ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ ഒട്ടാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ അപ്പം നമ്മുടെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഇവിടെ ഇതാ ചൂടാറിന് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മിക്സി ജാറിൽ അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് പേസ്റ്റ് പോലെ അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പാനിൽ വെച്ചിട്ട് അത് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയോണ്ട് ഇത് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല അടിപൊളി കളർ തന്നെ കിട്ടുമല്ലോ. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മളിതാ പത്തിരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് തിക്കാണതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത്ര ക്യാരറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ച് നമ്മുടെ പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല തിക്കാക്കി എടുക്കുന്നുണ്ട്. നമുക്കിത് ഒരു ഉരുട്ടിയെടുക്കണം, അതിനുള്ള പാകത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ അവിടെ ആകുന്ന ടൈമിൽ ഇതാ ഉമ്മ ഇതാ ചോറ് അതിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ മസാലയ്ക്ക് ദമ്മിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്തിങ്ങനെ ഫില്ലാക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ചിക്കനും എല്ലാതും ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പിൻ്റെ ഇലയോട് ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കൽ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉമ്മ നമ്മുടെ ചോറെല്ലാം അതിൽ മസാലയിലിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ക്യാരറ്റ് ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് 2 പ്ലേറ്റിലായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുഴച്ചെടുക്കാൻ പാകത്തിനായിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നമ്മളെ പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു പാകമായിട്ട് തോന്നി. അപ്പോൾ നമ്മളിത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാനും അതുപോലെ കഴിക്കാനും സിമ്പിളായിട്ടുള്ള കുഞ്ഞു ബോളാക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടൈമിങ് വരുന്നത് ഇങ്ങനെ കുഞ്ഞു ബോളാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് 2 പ്ലേറ്റിലായിട്ട് ബോളാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഞാനിതാ ഒരു ടൈറ്റുള്ളൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ലൊരു ടൈറ്റുള്ളൊരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഏത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബോൾസ് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക, വലിയ ലെവലിൽ ഇട്ട് കൊടുക്കരുത്, കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ഇട്ടു. പിന്നെ നേരത്തെ നമ്മൾ ക്യാരറ്റിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, ആ ഒരു ഉപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കരുത്, കാരണം ഈ ഒരു ബോൾസ് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പാത്രം കൊണ്ട് തന്നെ ജസ്റ്റ് ഉമ്മ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി തരുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചാൽ ആ ബോൾസ് പെട്ടെന്ന് വേണമെങ്കിൽ ഇതായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതിനുശേഷം നമ്മൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മുടെ മുന്തിരി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ മുന്തിരി ജ്യൂസിലൊക്കെ ഭയങ്കര പൊടിയല്ല, കെമിക്കലാണ് ഏറ്റവും കൂടുതലുള്ള സംഭവം. കണ്ടില്ല, പൊടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പുവെള്ളത്തിലും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു പൊടി ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉപ്പുവെള്ളത്തിൽ ജസ്റ്റ് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ 1-ാം പാൽ ഒഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച്. അത് മിനിയാന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പൊരിക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു കൂട്ടിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ളത് അതോടെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കട്ടിപ്പാൽ നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം തിളപ്പിക്കരുത്, ഒരു തള വന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. അത് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി യോജിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണ്ട. ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റുള്ള മധുര പലഹാരമാണ് ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഗുലാം ജാമൊക്കെ കഴിക്കണം അതേമാതിരിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു പാലും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ജെല്ലായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു കാണാൻ തന്നെ നമുക്ക് ആർക്കായാലും ഒന്ന് കഴിച്ചു പോകുന്നൊരു ഭംഗിയിലാണ് ആ ബോൾസും ആ പാലും എല്ലാം കൂടി ഉള്ളത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക്
കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. കാരണം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാക്കാത്തവരൊന്നിന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്നാൽ നമ്മളിതാ സാൻഡ്വിച്ച് ജസ്റ്റ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബ്രെഡിൻ്റെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ടും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മ റമദാൻ തുടങ്ങിയപ്പം പറയുന്നുണ്ട് നീ ഉണ്ടാക്കുന്ന ആ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തരണമെന്ന്. അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതാ നമ്മുടെ രാത്രി വേണ്ടിയിട്ട് നമ്മൾ മുത്താറി വെള്ളം ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയും എല്ലാം ഇതാ നമ്മുടെ നോമ്പെടുക്കാനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇക്ക അവിടെ വരുന്നുള്ളൂ, ഉപ്പ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇക്ക ജസ്റ്റ് വെള്ളം കുടിച്ചതിന് ശേഷം നിസ്കരിച്ചിട്ടാണ് ഫുഡ് എന്ന് കഴിക്കാറ്. പക്ഷേ ഉപ്പയ്ക്ക് അല്ലാതെ തന്നെ കഴിക്കും. പക്ഷെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കാറ്. അസുട്ടിയേ അമ്മച്ചിക്ക് എന്താ കൊണ്ടുവന്നേ? അങ്ങാടി പോയി വന്നപ്പോ ഒന്നും കൊണ്ടുവരാതെ വരിക. എന്താ പപ്പങ്ങൾ വാങ്ങിക്കൊടുത്തില്ല? എന്താ വാങ്ങിക്കൊടുത്തേ? ഓ അസുക്കുട്ടി പപ്പ ഇപ്പൊ ക്യാരറ്റ് ജ്യൂസ് അടിക്കുക. ഒരു രണ്ടാളിതാ ക്യാരറ്റ് ജ്യൂസ് അടിക്കണ തിരക്കിലാട്ടോ. കൈ പോണ്ടട്ടാ. അതിട്ട് പേടിച്ചിട്ടോ. അപ്പോൾ തെക്കാൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത നമ്മുടെ ക്യാരറ്റ് നീര് മാത്രം അടിച്ചു തന്നതാട്ടോ. ഇക്കാൻ്റെ സൗന്ദര്യ രഹസ്യം അതാട്ടോ. ഇക്കാൻ്റെ ഗ്ലാമർ രഹസ്യം ഇതാണ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിനി. തള്ളി വരയ്ക്കാട്ടോ, വെറുതെ പറയാ. ഈ ഗ്ലാമറിന്റെ രഹസ്യം കണ്ട ആരും കുടിക്കൂല. അപ്പൊ ഇക്കതാ ഉണ്ടാൻ പാത്രത്തിലാണ് കുടിക്കേണ്ടത്. എനിക്ക് അതിന്റെ പാത്രത്തിൽ തന്നെ തന്നിട്ടുണ്ട് കേട്ടാ. ക്ഷീണുണ്ടോ ഇക്ക? നല്ല മധുരം ഉണ്ടല്ലോ ഇക്ക, നല്ല മധുരമുള്ള ക്യാരറ്റല്ലേ. എൻ്റെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ, എനിക്ക് ഇന്ന് എന്തൊക്കെയോ ഓർഡർ വന്നിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നോക്കുക. അപ്പോൾ ഓർഡേഴ്സ് ഉള്ളത് രാവിലെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടേക്ക് മാറ്റിലാട്ടോ. അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ ഓർഡേഴ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അതെല്ലാം ഇരുന്ന് നമ്മൾ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ഇൻഷാല്ലാ നാളെ ഇനി സ്റ്റോക്ക് എടുക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിന് ഇന്ന് ഓർഡേഴ്സ് വന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഇതിന്ന് നമ്മൾ പാക്കിങ്ങിന് വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഒരു ടീമിന് ഒരേ സെയിം സാധനം കളറായിട്ട്, ഒരേ സെയിം സാധനം 2 കളറിലായിട്ട് ഓർഡേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ടീമിന് സെയിം സാധനം തന്നെ വേറെ കളറാണ്. ആ ഒരു സെറ്റ് ഫുൾ കളറും കഴിഞ്ഞിട്ടാണ്. ഇനി കുറച്ച് പീസ് ഉണ്ട്. ഈ പീസിൻ്റെ ഒരു 5-6 ഓർഡേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ. നമ്മൾ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമാണ് കേട്ടോ. ഈ റൂമിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ്, ഈ താഴെയൊക്കെയാണ് എൻ്റെ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ഇതാക്കണം. അപ്പോൾ ഞാനിവിടെ ഓർഡർ വന്നതൊക്കെ ബുക്കിൽ എഴുതി വെക്കാറാണ്. അപ്പോൾ ഇൻഷാല്ലാ നാളെ പോയിട്ട് സ്റ്റോക്ക് എടുക്കുന്ന ദിവസമാണ്. കുറച്ചുകൂടി സ്റ്റോക്ക് വരാനുണ്ട്. നാളെ പർച്ചേസിങ്ങിന് പോകണം. കുറച്ച് ഓർഡേഴ്സ് നമ്മളെ ക്രീം വന്നതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി പാക്ക് ചെയ്യണം. അപ്പോൾ അവർ വാട്സപ്പിൽ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വിട്ടുതരും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നാളെ അയക്കാൻ 2-3 പോസ്റ്റ് ഉണ്ട്. ഞാൻ പോസ്റ്റും DTDC ആണ് കൊറിയർ അയക്കൽ. അപ്പോൾ നമ്മളിതാ പോസ്റ്റിൻ്റെ അഡ്രസ്സ് എഴുതാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി വരികയെന്ന് അറിയുമോ. കുറേ ആൾക്കാർ പോസ്റ്റ് ഓഫീസിലാണ് ജോലി എന്ന് വെച്ചിട്ട്. എനിക്ക് പോസ്റ്റ് ഓഫീസിലൊന്നല്ല കേട്ടോ. ഞാൻ ഡെയിലി കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ പോകുന്നത്. നമ്മൾ ക്രീമിൻ്റെ ഓർഡേഴ്സ് വന്നതോ അല്ലെങ്കിൽ
നമ്മുടെ ഡ്രസ്സിൻ്റെ ഓർഡേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഡെയിലി പോകട്ടോ. ചില ദിവസം പോകാൻ മടിയായിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് ഓർഡർ തരുന്ന ആളുകൾ നമ്മളെ വിശ്വസിച്ച് തരണമല്ലോ. അപ്പോൾ അവരുടെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാം അഡ്രസ്സ് ഇങ്ങനെ നോക്കിയൊക്കെ എഴുതി രാവിലേക്ക് ഫില്ലയക്കാം. നാളെ എനിക്ക് രാവിലെ മോർണിംഗ് തന്നെ പോകണം പർച്ചേസിങ്ങിന്. കാരണം നമ്മൾ കുറേ സ്റ്റോക്കിന് കയറാനുണ്ട്. അപ്പോൾ നമ്മളെ ഈദിൻ്റെ കളക്ഷൻ തന്നെ ഇനിയും ഒരുപാട് വരാനുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടവരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ചെക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൽ എല്ലാം അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ റിപ്ലൈ എന്തായാലും ഞാൻ തരും കേട്ടോ. മാഷാ അല്ലാഹ് നല്ല ഓർഡേഴ്സൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി ആയാലും യൂട്യൂബ് വഴിയൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും അഡ്രസ്സ് ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോസും നമ്മുടെ ഇന്നത്തെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ എല്ലാ സ്റ്റോക്കും ഓർഡർ വന്നതെല്ലാം പാക്കിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ലാസ്റ്റാണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യാറ്. അതിനുശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള യൂട്യൂബിൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടൈം എടുക്കലാണ്. ഏകദേശം ഞാൻ നൈറ്റിലൊരു 12 മണിയാവട്ടെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ